2 ദിവസം മുന്നേ ഞാൻ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊഞ്ചച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കാണിക്കുന്നത് 2 കിലോ കൊഞ്ചിൻ്റെ കണക്കാണ്. ആദ്യം നമ്മൾ നോർമലി കൊഞ്ച് നമ്മൾ ഫ്രൈ ചെയ്ത പോലെ പുരട്ടി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയൊക്കെ നമ്മളിവിടെ 1/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എത്ര കൂടുതൽ എടുത്താലും അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കണക്കൊന്നുമില്ല, ഞങ്ങളിവിടെ 1/4 കിലോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു സെയിം എണ്ണയിൽ തന്നെ എല്ലാം ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കുറച്ച് പൊടികൾ മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ എണ്ണയിൽ പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും നന്നായിട്ട് ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ചും കൂടെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1.5 കപ്പ് വിനാഗിരിയാണ്. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 1.5 കപ്പൊക്കെ തന്നെ ആഡ് ചെയ്യാം. അല്ല, നല്ല കട്ടിക്ക് ഇരിക്കണമെങ്കിൽ 1 കപ്പോ ഒക്കെ തന്നെ ധാരാളമായിരിക്കും കേട്ടോ. അപ്പം ആ വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, കൊഞ്ചച്ചാർ റെഡി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.